ഒരു വിദ്യാർത്ഥിയുടെ ജീവിതകാലത്ത് ഏറ്റവും അധികം സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് വിനോദയാത്ര, പഠന വിനോദയാത്ര എന്നൊക്കെ പറയുന്നത്. ഏതാണ്ട് 8ാം ക്ലാസ് മുതൽ മുകളിലോട്ടുള്ള വിദ്യാർത്ഥികൾ നിരന്തരമായി ചെയ്യുന്ന, കോളേജുകളിൽ ഉൾപ്പെടെ ബിരുദാനന്തര വിദ്യാർത്ഥി തലം വരെയുള്ള ആളുകൾ നിരന്തരമായി ചെയ്യുന്ന, അത് പ്രൊഫഷണൽ കോളേജുകളാണെങ്കിലും ശരി, അല്ലെങ്കിലും നിരന്തരമായിട്ടുള്ള ഒരു പഠന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ വിനോദയാത്രയെ കാണുന്നത്. നേരത്തെയൊക്കെ ഇത് സ്റ്റഡി ടൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ദീർഘകാലം ഒരു കോളേജ് അധ്യാപകനായിരുന്ന ആളെന്ന നിലയിൽ ഒരുപാട് ഇതുപോലെയുള്ള പഠനയാത്രയ്ക്ക് കുട്ടികളോടൊക്കെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഒരു പഠനയാത്ര എന്ന് ഇതിന് പേരുണ്ടായിരുന്നെങ്കിലും അത് കാലക്രമേണ ക്ഷയിച്ച് ഇപ്പൊ ഏതാണ്ട് ഒരു വിനോദയാത്ര എന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ആദ്യകാലത്തൊക്കെ പഠനയാത്ര എന്ന് പറയുമ്പോൾ ഈ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വലിയ വലിയ പരീക്ഷണശാലകൾ, ലാബറട്ടറികൾ സന്ദർശിക്കുക, അതുപോലെ ഭൗമ നിരീക്ഷണ നിലയങ്ങൾ സന്ദർശിക്കുക, അതുപോലെ ഈ ബോട്ടണി തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വലിയ പൂന്തോട്ടങ്ങളൊക്കെ, ഊട്ടി, കൊടൈക്കനാൽ എന്നീ സ്ഥലങ്ങളിലൊക്കെയുള്ള പൂന്തോട്ടങ്ങൾ സന്ദർശിച്ച് അവരെ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചെടികളെ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുക തുടങ്ങിയ യഥാർത്ഥത്തിൽ വളരെയേറെ പ്രയോജനകരമായ ഒരു സംഗതി തന്നെയാണ് ഈ പഠനയാത്ര എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇപ്പോൾ അത് വിദ്യാർത്ഥികൾ തന്നെ സ്വയം അതൊരു വിനോദയാത്രയാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം അവരുടെ തന്നെ വിചാരമുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന ഒരു അവസരമാണ്, അത് അവരുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ തന്നെ ആ അവസരം ഉപയോഗിക്കണം എന്ന പക്ഷക്കാരാണ് പ്രായവ്യത്യാസമന്യേ എല്ലാ വിദ്യാർത്ഥികളും. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാനുണ്ടായ പശ്ചാത്തലം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലറാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ സർക്കുലർ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനമായി 2-3 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം, യാതൊരു കാരണവശാലും വലിയ സാമ്പത്തിക ബാധ്യത ഉള്ള തരത്തിൽ വിനോദ പഠനയാത്ര സംഘടിപ്പിക്കാൻ പാടില്ല. കാരണം ഒരു സർക്കാർ സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ലൊരു പങ്ക് സാമ്പത്തികമായി വലിയ നിലവാരം പുലർത്തുന്നവരല്ല. ഒരു ദീർഘ പഠനയാത്രയ്ക്കൊക്കെയുള്ള ചെലവ് വഹിക്കാൻ തന്നെ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉള്ള പഠനയാത്ര നടത്താൻ പാടില്ല. രണ്ടാമത്തെ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ പറയുന്ന കുട്ടികൾ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ അവരോടൊപ്പം പോകുന്ന അധ്യാപകരുടെ ചെലവ് ഈ വിദ്യാർത്ഥികളുടെ മേൽ വയ്ക്കാൻ പാടില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കൂടെ പോകുന്ന അധ്യാപകർ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ യാത്രാ ചെലവും ഭക്ഷണ ചെലവും ഒക്കെ വഹിക്കണം. ആ ചെലവ് ഇപ്പോൾ സാധാരണയായി ചെയ്യുന്നത് അത് പൊതു ചെലവായി കണക്കാക്കി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്ന ഒരു പതിവുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് രഹസ്യ സ്വഭാവമില്ല. വിദ്യാർത്ഥികൾക്കറിയാം, അവരുടെ രക്ഷിതാക്കൾക്കറിയാം. കാരണം ഈ അധ്യാപകർ കൂടെ പോകുന്നത് വിദ്യാർത്ഥികളെ നയിക്കുന്നതിനും സഹായിക്കുന്നതിനും മറ്റ് അപകടങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുന്നതിനും ഒക്കെയാണ്. മാത്രമല്ല, താരതമ്യേന സീനിയർ അധ്യാപകർക്കൊന്നും അങ്ങനെ വിദ്യാർത്ഥികളോടൊപ്പം വിനോദയാത്ര എന്ന് പറഞ്ഞ് പോകാൻ വലിയ താല്പര്യവുമില്ല. ഇനിയും ഇപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി അതിന് പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ തടസ്സങ്ങളെ സംബന്ധിച്ച് നമ്മൾ കാണാതെ പോകരുത്. മൂന്നാമതൊരു കാര്യം കൂടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ചില സ്കൂളുകളിൽ, അത് പണ്ടുണ്ടായിരുന്നതല്ല, ഈ ക്ലാസ്സുകളിൽ ചില വിദ്യാർത്ഥികളുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കുന്നു. അതൊരു വലിയ ആഘോഷമായിട്ട് നടത്തുകയാണ്. ഒരു കുട്ടി പറയുകയാണ് എൻ്റെ ജന്മദിനം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആഘോഷമായി. കാരണം അതിൻ്റെ ചെലവ് മുഴുവൻ വഹിക്കുന്നത് ആ കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാക്കളുമാണ്. അത് രക്ഷിതാക്കളുടെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സമ്മതത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. പക്ഷേ രക്ഷിതാക്കൾ സമ്മതം കൊടുക്കുന്നത് സമ്മർദ്ദത്തിൻ്റെ ഫലമാണെന്നുള്ളതാണ് അതിനകത്തെ ഒരു വലിയ രഹസ്യം. കാരണം സ്വന്തം മകനോ മകളോ ഇങ്ങനെ ഒരു ആവശ്യത്തിന് അല്പം പണം തരണമെന്ന് പറയുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന രക്ഷിതാക്കളല്ല ബഹുഭൂരിപക്ഷവും. ആ രക്ഷിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എത്രയുണ്ടെന്നുള്ളത് ആ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ പരിഗണിക്കുന്നില്ല എന്നത് വേറൊരു സംഗതിയാണ്.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൻ പ്രകാരം അധ്യാപകരോ, കൂട്ടത്തിൽ പറയുന്നു അധ്യാപകരോ അവരോടൊപ്പം പോകുന്ന PTA പ്രതിനിധികളോ ഉണ്ടെങ്കിൽ അവരുടെ ചെലവുകൾ ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ പാടില്ല. വളരെ നല്ല നിർദ്ദേശമാണ്. അതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രായോഗികമായ വശത്തെ കൂടെ കാണേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യാപകർക്കൊന്നും ഈ വിദ്യാർത്ഥികളെ, കാരണം വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഈ മടക്കയാത്ര ഭദ്രമാക്കി വീട്ടിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ തിരിച്ചെത്തുന്നത് വരെ വലിയ സംഘർഷത്തിലാണ് ഈ കൂടെ പോകുന്ന ആളുകൾ. കാരണം ഒരു കുട്ടിക്ക് ഒരു അപകടം പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു വാഹന അപകടം സംഭവിച്ചാൽ, പലയിടത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ വിഷബാധ ഉണ്ടായാൽ, ഇതിനെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ അധ്യാപകർക്കുള്ളത് എന്നത് ചെറിയ ഒരു സംഗതിയല്ല. ഇനിയും അത് തന്നെ വളരെ ബന്ധപ്പെട്ടാണ് പല അധ്യാപകരും. ഞാൻ തന്നെ പലപ്പോഴും വിനോദയാത്രയ്ക്ക് അല്ലെങ്കിൽ പഠനയാത്രയ്ക്ക് ക്ഷണിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അങ്ങനെ നമ്മൾക്കൊന്നും, അധ്യാപകർക്കൊന്നും ഈ യാത്രയൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മാനസിക ഉള്ളവരല്ല, അങ്ങനെയല്ല അവർ പോകുന്നത്. അപ്പോൾ അവരിനി സ്വന്തം കയ്യിൽ നിന്ന് പണം കൂടി മുടക്കി പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം ഇതിൻ്റെ പ്രായോഗികതയുടെ ഇല്ലായ്മയാണ്. അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ഇതിൻ്റെ ആശയത്തോട് വളരെ യോജിപ്പുണ്ട്. ആശയപരമായും താത്വികമായും ഈ ശരിയാണ് ഈ സർക്കുലർ എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ കാണേണ്ടതായ മറ്റൊരു വശമുണ്ട്. അതായത് പ്രായോഗികമായി ഇത് നടപ്പാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഞാനൊരു സാങ്കല്പികമായി പറയുകയാണ്. അധ്യാപകർ വിചാരിക്കും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കുകയാണെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആളുകളെ കൂട്ടി ഉല്ലാസമായിട്ട് എവിടെയെങ്കിലും പോയിക്കൂടെ? എന്തിനീ വിദ്യാർത്ഥികളോടൊപ്പം പോയി വലിയ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യം എന്താണ് എന്ന് തോന്നിപ്പോയാൽ ആ അധ്യാപകരെ കുറ്റപ്പെടുത്താനായിട്ടാവുകയില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ മേൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെ പ്രതിനിധികളുടെയും ചെലവ് വഹിച്ച് അടിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന കാര്യത്തിൽ ഈ സർക്കുലറിലെ നിർദ്ദേശം പൂർണ്ണമായി സ്വീകാര്യമാണ്. എങ്കിൽ പോലും ഇതിൻ്റെ അപ്രായോഗികതയെ നമ്മൾ കാണാതെ പോകരുത്. മാത്രവുമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ വിനോദയാത്ര എന്നൊക്കെ പറയുന്നത് പണ്ടൊന്നും ചെയ്ത പോലെ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കൊന്നും അല്ല പോകുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടാണെങ്കിലും പറഞ്ഞാൽ പറയും അവർ ഊട്ടിയിൽ പോകണം, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോകണം, അല്ലെങ്കിൽ മൈസൂറിൽ പോകണം, അല്ല എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ പോകണം. കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് പോകാനും താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയും 8ാം ക്ലാസ് മുതൽ മേലോട്ടില്ല എന്ന കാര്യം നമ്മൾ സമ്മതിച്ചെങ്കിലേ മതിയാവുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, അതിമനോഹരമായ രാജ്യമാണ് കേരളം എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഇപ്പം തേക്കടി, അതല്ലെന്നുണ്ടെങ്കിൽ വയനാട്, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങൾ അതിമനോഹരമാണ്. വിദേശികളൊക്കെ അവിടെ വന്ന് തമ്പടിക്കുന്നു. വേമ്പനാട്ട് കായലിലൂടെയും അഷ്ടമുടി കായലിലൂടെയും ഒക്കെ ഈ പറയുന്ന ഹൗസ് ബോട്ടുകളിൽ താമസിക്കുന്നു, സഞ്ചരിക്കുന്നു. അതൊക്കെ കൗതുകമുള്ള സംഗതിയാണ്. ആർക്കാണ്? അത് വിദേശികൾക്കാണ്. ഇവിടെ കേരളത്തിലെ കുട്ടികളെ കൊണ്ട് കുമരകത്ത് പോയി ഹൗസ് ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയാണ് വരുന്നത്? അല്ലെങ്കിൽ തേക്കടിയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്കാണ് താല്പര്യം? മൂന്നാറിൽ പോകണമെന്ന് പറഞ്ഞാൽ ആർക്കാണ് താല്പര്യം? അതുകൊണ്ട് ഈ ദൂരയാത്ര എന്ന് പറയുമ്പോൾ തന്നെ കുറഞ്ഞ പക്ഷം സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളായ ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, ബാംഗ്ലൂർ, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന വിനോദയാത്രയോ പഠനയാത്രയോ അല്ല. ചിലപ്പോൾ 3-4 ദിവസമൊക്കെ എടുക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ചെലവ് വളരെ ഭാരിച്ചതാണ്. ഇപ്പോൾ ബസ്സുകാർക്ക് അവരുടെ നിരക്ക് കൊടുക്കണം, അതുപോലെ തന്നെ ഹോട്ടലിൽ താമസിക്കുന്നിടത്ത് അതിൻ്റെതായ ചിലവുണ്ട്, ഭക്ഷണത്തിന് വലിയ ചിലവുണ്ട്. അങ്ങനെ നിരവധി ചിലവുകൾ വരുമ്പോൾ ഒരു 1000, 2000, 3000, 4000 രൂപയൊക്കെ ഒരു വിദ്യാർത്ഥി വിനോദ പഠന യാത്രയ്ക്ക് ചെലവിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത വലിയ ഇല്ലാത്തതായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ മാനസികവുമുള്ള പ്രശ്നം വളരെ വലുതാണ്. ഇപ്പോൾ ഈ സർക്കുലറിൽ തന്നെ പറയുന്നു, അതായത് ഏതെങ്കിലും കുട്ടിക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ രഹസ്യമായി അവരെ സഹായിച്ചു കൊണ്ടുപോകണം. കുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ല, ഇങ്ങനെ പൊതു ചെലവ് മറ്റു കുട്ടികളാണ് വഹിക്കുന്നത്, അതൊന്നും പുറത്തു പറയരുത്, അങ്ങനെ കുട്ടികളുടെ മാനസികമായ പ്രയാസത്തിലേക്ക് അവരെ നയിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം താത്വികമായി സ്വീകാര്യമാണ്, അത് എല്ലാം നല്ലതാണ്. പക്ഷേ എനിക്കിതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പറയാനായിട്ടുള്ളത്, ഇതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കണം.
എന്തെങ്കിലും സബ്സിഡി കൊടുക്കാനായി സാധിക്കുമോ? അല്ലെങ്കിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതു ഫണ്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ചെലവഴിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെയോ നേടാൻ സാധിക്കുമോ? ചില കമ്പനികൾ, കോർപ്പറേറ്റുകളൊക്കെ ഒരു പക്ഷേ സ്പോൺസർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഫണ്ടിൽ നിന്ന് പണം തരാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടോ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുകൂടെ വിശദമായ ഒരു പഠനം നടത്തിയതിന് ശേഷം മാത്രമേ ഈ സർക്കുലർ ഫലപ്രദമായി നടപ്പാക്കാനായി സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ബസ്സിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നേരത്തെ ഉറപ്പാക്കി ആ സ്കൂളിലെയോ കോളേജിലെയോ പ്രധാന അധ്യാപകൻ ഇത് RTO ഓഫീസ് വഴിയായി ആ ബസ്സിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഒരുപാട് നൂലാമാലകളുള്ള ഒരു സംഗതിയായി മാറിയിരിക്കുന്നു ഈ വിനോദ പഠനയാത്ര. അപ്പോൾ ഈ പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലർ എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ഒരു ചർച്ച ആവശ്യമാണ്. ബന്ധപ്പെട്ട ആളുകളെ ചേർത്ത് ഒരു ചർച്ച നടത്തി ഇതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ചുകൂടി ആലോചിക്കണമെന്നാണ് ഈ സർക്കുലറിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനായിട്ടുള്ളത്.